ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അവിടെ കുറച്ച് ഗസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉറക്കെ സംസാരിക്കാത്തത്. സോ എൻ്റെ കൂടെ നൂറമോളുണ്ട്. ഇന്നിവിടെ നൂറമോളെ പേരിൽ കറണ്ട് പോയി, എൻ്റെ വീട്ടിലും കറണ്ട് പോയി. അങ്ങനെ നൂറമോളെ വീട്ടിലുണ്ടാക്കിയ ഫ്രൂട്ട് സലാഡ് ഫ്രിഡ്ജിന് തണുപ്പ് കുറവായതുകൊണ്ട് ഇവിടുത്തെ ഫ്രിഡ്ജിൽ കൊടുത്തു. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജും കറണ്ട് പോയി കിടക്കുകയാണ്. എന്നാലും അവസാനത്തെ തണുപ്പിൽ വെച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നൂറമോൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നൊന്ന് മലപ്പുറം വരെ പോകണം, ഈ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി അപ്പം തന്നെ നൂറക്കുട്ടി പോകുന്നിട്ടാണ്. അപ്പോൾ ഞാനും നൂറും ഇപ്പം ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ 2-3 ദിവസമായിട്ട് വ്ളോഗും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി എന്താ വെച്ചാൽ നമുക്ക് കൊല്ലത്ത് പരിപാടി ഉണ്ടായിനി. അപ്പോൾ കൊല്ലത്ത് ക്ഷേത്രത്തിലേനി പരിപാടി, അമ്പലത്തിലേനി പരിപാടി. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ പരിപാടി ഒരു അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ട് പാട്ട് പാടാൻ പോവുകയാണ്. ഒരുപാട് പേടിച്ചിട്ടാണ് ഞാൻ പോയത്. കാരണം എൻ്റെ ഒരു പാട്ടൊക്കെ എനിക്ക് ഇഷ്ടമാവോ, എന്നെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. കാരണം എപ്പോഴും ഒരു കൂടുതൽ അടിച്ചുപൊളി ഒരു MG ശ്രീകുമാർ ടൈപ്പ് വൈബാണ് എല്ലാ അമ്പലത്തിലും വരാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഞാനില്ല. പക്ഷേ എൻ്റെ കൂടെ KP വരെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈച്ചു KP ഫാത്തിമയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്ത് മാച്ച് ചെയ്ത് അവിടെ അത്രയും ആൾക്കാരെ കൊണ്ടുവന്ന് പരിപാടി നടത്തി. സോ അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവരും നമ്മളോട് പറഞ്ഞൊരു ഫീഡ്ബാക്ക് എന്താ വെച്ചാൽ അമ്പല പരിപാടിക്ക് ഇത്രയും മുസ്ലിംസ് പുറത്തുനിന്ന് പങ്കെടുത്തൊരു അമ്പല പരിപാടി അവിടെ മുമ്പ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മതസൗഹാർദ്ദം കൂട്ടി നടക്കുന്ന പരിപാടിയായി നിങ്ങൾ വന്നപ്പോൾ നടന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം. കൊല്ലത്തെ നമ്മളങ്ങനെ പരിപാടിക്ക് വന്നില്ല. അപ്പോൾ വന്നവരൊക്കെ ഏതായാലും കമൻറ്റ് ചെയ്യുക ഞങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് കോഴിക്കോട് പരിപാടി ഉണ്ട്, ഫ്രൂട്ട് ബണ്ട് പരിപാടി. വളരെ നല്ലൊരു പരിപാടി. ഒരുപാട് കൊച്ചുകുട്ടികൾ എല്ലാവരും വന്നതിനൊരു പരിപാടിയായിനി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ വീട്ടിലെത്തി. സത്യം പറഞ്ഞാൽ ഞാൻ വൻ സങ്കടത്തിലാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ അഫില്ല, ഈച്ചുല്ല, സെൽമ അല്ല, നിഹാല, ആരുമില്ല. ഇന്നലെ മിഞ്ഞാന്നും ഞാനും ഈ ചീവീടിൻ്റെ സൗണ്ട് കേട്ടോ, ഈ സൗണ്ട് മാത്രമാണ് ഈ വീട്ടിലുള്ള കേട്ടോ 2 ദിവസമായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഡെസ്പാണ്. ഒന്നാമത് എന്താ വെച്ചാൽ ആരുമില്ല. അപ്പോൾ ഞാൻ കടന്നുറങ്ങുന്നത് ഒറ്റക്കാണ്, ഫുഡ് കഴിക്കണത് ഒറ്റക്കാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ജീവിത ശീലമല്ല. ഞാനെപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു 10 ആളുണ്ടാവും, അല്ലെങ്കിൽ എങ്ങോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ ഒരു 10 ആളുണ്ടാവുന്ന ഒരു സ്റ്റൈലാണ് എൻ്റെ ഒരു സ്റ്റൈൽ. അപ്പോൾ ആ സ്റ്റൈലിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് 2 ദിവസം ആയപ്പോൾ ഭയങ്കര ഇടങ്ങേറായി. അപ്പോൾ ഇന്ന് വീണ്ടും ഞാൻ വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് ഇങ്ങനെ കരുതി. അപ്പോൾ ഇന്ന് ഇവിടെ നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്, അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിന് മുമ്പ് ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. ഇത് നമ്മളെ വണ്ടിയാണ് കേട്ടോ. ലേറ്റില്ല, ഇപ്പോൾ സമയം 3 മണി കേട്ടോ. ഉച്ചയ്ക്ക് 3 മണിയാണ് ഈ സമയം. നമ്മളവിടെ മഴക്കാർ വന്ന് കൂടിയതാട്ടോ. അത് ഇവിടെ മഴ പെയ്യാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെയ്തിട്ട് തമർത്തടിച്ചിട്ടാണ് മഴ കൊണ്ടുപോകൽ. അപ്പോൾ അങ്ങനത്തെ ഒരു മഴയാണ് ആ സ്കൈ കാണിച്ചു കൊടുത്തു നോക്ക്. അങ്ങനത്തെ ഒരു മഴയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം കേട്ടോ. ഒരു വൻ മഴ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ. എന്തായാലും വരുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഇത് പാവപ്പെട്ട എൻ്റെ ഇപ്പച്ചിക്ക് ഞാൻ വാങ്ങിക്കൊടുത്ത വണ്ടിയാണ്. കുറച്ച് മുന്നേ 2 കൊല്ലം മുമ്പ് വാങ്ങിയൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. എന്നിരുന്നാലും ഓരോ കൊല്ലം സ്കൂൾ പൂട്ടിന് ഉപ്പച്ചി എന്ത് ചെയ്യും, ഇത് വർക്ക് ചെയ്യിപ്പിക്കും. അതായത് ഇതിൻ്റെ പോളിഷ്, പെയിൻറ്റ് ജോബ്സ്, അതിൻ്റെ തട്ടും മുട്ടും സംഭവങ്ങളൊക്കെ മാറ്റി ടയറൊക്കെ പുതിയതിട്ടിട്ട് ഇപ്പച്ചി കൊണ്ടുനടക്കലുണ്ട്. അങ്ങനെ ഈ വണ്ടി പോളിഷ് കഴിച്ച് റീപെയിൻറ്റിങ് കഴിച്ച് വളരെ വൃത്തിയാക്കിയിട്ട് ജൂൺ 1-ാം തീയതി സ്കൂൾക്ക് സുഖമായിട്ട് പോകാമല്ലോ എന്ന് കരുതിയാണ്ട് റെഡിയാക്കി വെച്ച വണ്ടി ഇനി എടുക്കലില്ല. ഇനി അങ്ങനെ ഒരു ദിവസം നിലമ്പൂർക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ നിലമ്പൂർക്ക് എടുത്തു. എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പോഴത്തെ കേരളത്തിലെ ഏറ്റവും നന്നായിട്ട് വാഹനം ഓടിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രൈവറ്റ് ബസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ബസ് വന്നിട്ട് നിർത്തിയിട്ടിരിക്കണേ. അതായത് ലിറ്ററലി ഒരു ബ്ലോക്കിൽ. ഞാൻ ആ വീഡിയോ ഇതിൽ ഷെയർ ചെയ്ത് എന്താ വെച്ചാൽ ആ ബസ്സിൻ്റെ ബ്രാൻഡും സാധനങ്ങളും കാണും. എനിക്കൊരാളെ ഡീഫെയിം ചെയ്ത് കൊണ്ടുപോകണമെന്നില്ല. പക്ഷേങ്കിൽ എനിക്ക് തുറന്നടിച്ച് പറയാനുള്ളൊരു കാര്യം, പറ്റുമെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ആ ഡ്രൈവർ വന്ന് കുത്തി എൻ്റെ ഉപ്പാൻ്റെ വണ്ടീൻ്റെ ബാക്കിൽ വന്ന് ഇടിച്ചിട്ട് വണ്ടി ഒന്നായിട്ട് മുന്നിൽ പോയിട്ട് മുന്നത്തെ വണ്ടിക്ക് ഇടിച്ച് ഇതിൻ്റെ ഇടയിൽ കുടുങ്ങുന്ന അവസ്ഥയാണ് ഇവർക്ക് ഉണ്ടായത്. അതിപ്പം ആ ഡ്രൈവറിൻ്റെ വാപ്പിയമ്മയാണ് മുന്നത്തെ കാറിലെന്നുണ്ടെങ്കിൽ ഓൻ അങ്ങനെ ചെയ്യുമോ? ഞാൻ അന്ന് ആ അപകടം ഉണ്ടായ ടൈമിൽ ഞാൻ കാലിക്കറ്റ് എയർപോർട്ടിൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുന്നിടത്ത് ഞാൻ റിട്ടേൺ പോന്ന് നേരെ നിലമ്പൂർ എത്തിയിട്ട് ഞാൻ സ്റ്റേഷനിലെത്തി. ഞാൻ ഡ്രൈവറിനെ കണ്ട് ഫസ്റ്റ് ചോദിച്ചു. ഓനിങ്ങനെ ഇങ്ങനെ ന്യായം പറയാം, അങ്ങോട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ വാപ്പിയമ്മയാണ് മുന്നത്തെ വണ്ടിയിൽ ഇരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് എൻ്റെ ബസ്സും കൊണ്ട് ഞാൻ ഇപ്പോൾ 2 മിനിറ്റിന് വേണ്ടി ഓടാനുള്ളത്. ഇതിപ്പം എന്താ പറയുക, ഒരു അന്നത്തെ അന്നോ എന്താ പറയുക, ഒരു വാക്കുണ്ടല്ലോ, എന്തോ ഒരു വാക്കുണ്ട്. ആ വാക്ക് കമൻറ്റ് ചെയ്യട്ടോ. എന്തോ ഒരു വാക്കുണ്ട്. പ്രൈവറ്റ് ബസ്സുകാർ സ്പീഡ് വിട്ടണതിന് ഓൾക്ക് അതിനൊരു കാരണമുണ്ട്. അന്നത്തെ ഒരു തല മറുതല കൂട്ടിമുട്ടിക്കണതിനാണെന്ന് പറയും. അപ്പം ഞാൻ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ഉപ്പാൻ്റെ വാപ്പാൻ്റെയും ഇമ്മാൻ്റെയും ഇരിക്കണ വണ്ടിക്ക് ഞാൻ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബസ്സും കൊണ്ടാണ് കയറ്റിയിട്ട് ഓലെ തല പോയി സ്റ്റിയറിംഗ് മടിക്കണ അവസ്ഥയ്ക്ക് ഞാൻ ഉണ്ടാക്കിയിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചൂടുണ്ടാവുക വെച്ചു. നിങ്ങൾ എൻ്റെ പോലെ സൗമ്യനായിരിക്കും വെച്ചു. അതിന് മുമ്പിലേക്ക് ഒന്നും പറയില്ല. അതിൽ അത് പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് അവസാനം നമ്മളെന്താ വെച്ചാൽ സംഭവം കേസാക്കി. ഇപ്പോൾ വണ്ടി കേസിലാണ് കിടക്കുന്നത്. പക്ഷേ ഇനി ഇതിപ്പോൾ ക്ലിയർ ചെയ്ത് നമ്മൾ തന്നെ നന്നാക്കി ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ട് കോടതി പോയി വാദിച്ച് ഇതിനുള്ള പൈസ തിരിച്ചു പിടിക്കണം. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്.
ഇപ്പച്ചി പാവം നന്നാക്കിപ്പിച്ച വണ്ടിയാണ് കേട്ടോ. ജൂണിൽ ഇപ്പം മെയ് ലാസ്റ്റായി, ജൂണിൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇപ്പച്ചി സ്കൂളിൽ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. ഒറ്റയ്ക്ക് വളരെ സേഫായിട്ട്. ഈ വണ്ടിയൊന്നും ഒരു 80ൻ്റെ മുകളിൽ 60ൻ്റെ മുകളിൽ കടന്ന ചരിത്രം ഈ വണ്ടിക്ക് ഉണ്ടാവില്ല. നിർത്തിയിട്ട വണ്ടീൻ്റെ ബാക്കിലൊന്ന് ഇടിച്ചിട്ടാണ് ഈ പരിവാക്കി കേട്ടോ. ഇതിൻ്റെ ബാക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ബാക്ക് നോക്ക്. ഇതിൻ്റെ ബമ്പറും സാധനങ്ങളൊക്കെ ഊരി വെച്ചിട്ടോ. നിർത്തിയിട്ട വണ്ടീൻ്റെ ബാക്കിലൊന്നും ഇടിച്ചിട്ട് ഈ കോലത്തിലാക്കിയപ്പം ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മളിത് വണ്ടിയും കൊണ്ട് പോവാണ്. ബമ്പറും സാധനങ്ങളൊക്കെ അതാ വണ്ടി ലോക്കാം. ബമ്പറും സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതെന്തിനാണ് അവ ലോക്കിട്ട് ഇപ്പച്ചി? ഇനിയിപ്പോൾ അതാരെങ്കിലും കൊണ്ടുവന്നിരുന്നിട്ട്. അപ്പം നമ്മളൊരു വണ്ടി ജിംഷാൻ്റെ ഒരു ഫാമിലി പർപ്പസിന് വേണ്ടി കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. മറ്റേ വണ്ടി അവിടെ ഉണ്ട്. ഇന്നലെ കേക്ക് വൃത്തിയാക്കി തുടച്ചു വെച്ചാട്ടോ. പക്ഷേ ഇന്നിപ്പോൾ മയം കൊണ്ട് പോകുമ്പോൾ എന്തായാലും അതിൻ്റെ അവസ്ഥയും കണക്കാകും. അപ്പം മഴ എന്തായാലും സ്ലൈറ്റ്ലി ഒരു തലക്കന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയാനുള്ളത്, പ്രൈവറ്റ് ബസ്സുകാരോട് പറയാനുള്ളത്, എനിക്ക് നിങ്ങളോട് ദേഷ്യമോ വെറുപ്പോ സംഭവം ഒന്നുമില്ല. സംഭവം ശരിയാണ്, നിങ്ങളെ പണിയാണ്, നിങ്ങളെ അന്നമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ജീവനേക്കാൾ വലുതല്ല അന്നം. ഇപ്പോൾ ഏറ്റവും വലുത് ടൈമാണ്, അന്നാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു മനുഷ്യ ജീവനാണല്ലോ. ഒരു മനുഷ്യനിപ്പം ഏറ്റവും കൂടുതൽ, കാരണം ടൈം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അന്നം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ജീവൻ പോയി കഴിഞ്ഞാൽ ടൈം ഉണ്ടാക്കണ പോലെ അന്നം ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കാൻ പറ്റില്ല. അത് പോയതാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാരൊക്കെ വ്ളോഗ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് പറയാൻ കാരണങ്ങളുണ്ടാവും. പക്ഷേങ്കിൽ നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി. നിങ്ങൾ കാരണങ്ങൾ പറയുമ്പോൾ നിങ്ങളെ വാപ്പി ഇമ്മയാണ് സഞ്ചരിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ബസ് കുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാരണങ്ങൾ പറയുമോ? നിങ്ങൾ പറയില്ല. നിങ്ങളവിടെ എന്തായാലും അടി ഉണ്ടാക്കാൻ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ അടിയും പ്രശ്നത്തിനൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് കേസ് കൊടുത്തു. അപ്പോൾ എന്തായാലും ഇതാണ് പ്രൈവറ്റ് ബസ്സുകാരെ കൊണ്ട് നമുക്ക് കിട്ടിയത്. താങ്ക് യു സോ മച്ച് കേരള പ്രൈവറ്റ് ബസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അത് കരുതി ഞാൻ ബാക്കിയുള്ള ഗവൺമെൻറ് ബസ് മോശമെന്നല്ല കേട്ടോ. ഇതിലേറെ അലമ്പുള്ള ബസ്സുകൾ എനിക്കറിയാം. കാരണം KSRTC എല്ലാവരും കണക്കാണ്. KSRTC കണക്കാണ്, പ്രൈവറ്റ് ബസ്സും കണക്കാണ്. ബസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്കൂൾ ബസ് ഒഴിച്ചു കണ്ട്, സ്കൂൾ ബസ്സിൽ 10-20 കുട്ടികളിലുണ്ട് കുഴപ്പമില്ല. സ്കൂൾ ബസ് ഒഴിച്ചുള്ള എല്ലാവരും കണക്കാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കുത്തിപ്പൊളിച്ച് പോവുക, എതിരെ വരുന്നോൻ്റെ പ്രഷറാണേ വണ്ടി കോലാക്കിയിട്ട്. അല്ല, നമ്മൾ ചൂടാവല്ലേ, നമ്മൾ പറയാ അന്നത്തെ അന്നം എന്ന് പറഞ്ഞാണ്ടേ രണ്ടാളെ കൊന്നിട്ടല്ല അന്നം ഉണ്ടാക്കേണ്ടത്. 20 കൊല്ലം. അപ്പോൾ ഇപ്പം ഇങ്ങനെ പറയും ഓരോ ഇതേ. പക്ഷെ ഒരിക്കൽ ഈ സമയത്തിന്റെ പ്രശ്നത്തിനാണ് ഈ ഓടുന്നത് പറയും. പക്ഷെ എന്താ വെച്ചാൽ ഈ പണ്ടത്തെ മാതിരിയല്ല ഇപ്പം. കണ്ടമാൻ അത്രയും വണ്ടികളെണ്ണം കൂടുതലാണ് റോട്ടില്. അപ്പം ആ ഒരു തിരക്ക് ഓടിക്കഴിഞ്ഞാല് ഇതേമാതിരി നമ്മക്കാണ് നഷ്ടം. ഓലക്കൊരു നഷ്ടമല്ല. ഞാൻ ഈ ഡ്രൈവറോട് ഒറ്റന്ന് ചോദിച്ചിട്ടുള്ളൂ. ഓൻ കുത്തിയിട്ടേ ഞമ്മക്ക് ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഞാൻ പറഞ്ഞു എൻ്റെ വാപ്പിയമ്മയാണ് ഈ കാറിൽ. ഞാൻ പ്രൈവറ്റ് ബസ് കൊണ്ട് വന്നിട്ടുണ്ട്. ഓൾറെഡി കുത്തിയിട്ട് ഓലെ തല പോയി അടിച്ച് ഇമ്മയൊക്കെ ഇപ്പൊക്കെ ഛർദ്ദിച്ച അവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്നപ്പോൾ അല്ല, ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ എൻ്റെ വാപ്പാനി മേലാണ് കുത്തി. എന്നിട്ട് ഞാനോട് പറയാ ടൈമിന്റെ ഒരു ഇതുകൊണ്ടാണ് ബ്രോ. എന്താ പറയാ അപ്പൊ ഓന്റെ വാപ്പിയമ്മയാകുമ്പോ ഓന് ടൈം സീനില്ല. സാധാരണക്കാരൻ നെഞ്ചത്ത് കയറ്റാൻ അവന് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും പ്രൈവറ്റ് ബസ്സുകാർ പറ്റാൻ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കൂല, എനിക്ക് 100 വട്ടം അറിയാം. എന്നാലും നാളെ നിങ്ങളെ കുടുംബത്തിന് പറ്റുമ്പോൾ നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ. എൻ്റെ കുടുംബത്തിന് വന്നത് നിങ്ങളുടെ കുടുംബത്തിന് പറ്റാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഓരോ കുടുംബമാണ്, എല്ലാവരും ജീവനാണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക. അപ്പം ഇനി ഉള്ളിൽ വന്ന വ്യക്തികൾ ആരാ എന്താന്നുള്ളത് കൂളായി നമ്മൾ ചെക്കനാട്ടോ. നമ്മളെ സ്ഥിരം വ്ളോഗ് കാണുന്ന പ്രേക്ഷകനാണ്. ഓൻ ഗൾഫിൽ നിന്ന് വന്നാണ് കേട്ടോ. അപ്പോൾ സ്പെഷ്യലി കുറച്ച് സമ്മാനങ്ങൾ കൊണ്ടിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. പേര് മുഹമ്മദ് സൈൻ. അപ്പം എന്നാലും നമുക്ക് ഉള്ളിൽ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. എന്നിട്ട് വണ്ടി ഇവിടുന്ന് കൊണ്ടുപോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ദുബായിൽ നിന്നും എത്തിയിട്ടുള്ള അതിഥികളാണിത്. 2 ആൾക്കാരും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദുബായി പോയ ടൈമിൽ അപ്രതീക്ഷിതമായി ഒരുപാട് ആൾക്കാർ സമ്മാനങ്ങൾ തരലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓലെ സമ്മാനമായിട്ട് വന്നു. പക്ഷേങ്കിൽ ഇപ്പം എന്താ വെച്ചാൽ ആ സമ്മാനം കാലിയായി. കാരണം എല്ലാവരും ഒറ്റയടി അടിച്ചപ്പോത്തിന് മണം കിട്ടാണ്ട് എല്ലാവരും എടുത്തു പോയി. എന്നിട്ട് എൻ്റെ അടുത്ത് സ്പ്രേ അല്ലാണ്ടായി. ഞാൻ 2 സ്പ്രേ കൊണ്ടാണ് ഗൾഫിൽ നിന്ന് വന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ സ്പ്രേ അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പേജൊക്കെ തപ്പിപ്പിടിച്ച് ഇക്കാക്ക് ഒരു മെസ്സേജ് അയച്ചു. പിന്നെ ഞാൻ നാട്ടിലുണ്ട്, നിങ്ങൾ നാട്ടിൽ വരുന്നുണ്ടോ? അതിൽ ബോസ് പറഞ്ഞു ബോസ് നാട്ടിലേക്ക് വരുന്നുണ്ട്, ഞാൻ എടുത്തു വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ റീസെൻ്റ്ലി ഇപ്പം അടുത്ത കാലത്ത് യൂസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പ്രേ ആണിട്ടത്. ഇമ്പീരിയൽ, എന്താ നമ്മളതിൻ്റെ പേര്? ഇമ്പീരിയൽ കുവൈത്ത്. ഈ സാധനം കേട്ടോ സൂപ്പർ സ്പ്രേ ആണ്. നല്ലൊരു ലൈക്ക് ഊത് അങ്ങനത്തെ ഒരു ടച്ചല്ലേ, ഒരു ഫ്രഷ് ഊത്, ഒരു അറബിക് ടച്ചുള്ള സ്പ്രേ ആണ്. സോ എൻ്റെ അടുത്ത് കിട്ടിയ 2 കുപ്പിയും കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ ബോസിനോട് പുതിയത് കൊണ്ടുവരാൻ പറഞ്ഞത്. ഞാൻ ജസ്റ്റ് സാധനം കാണിച്ചു തരാം കേട്ടോ.
ആ ഇന്റെ റൂം കയറുന്ന എല്ലാം പോവും. എല്ലാരും ഇത് തെരഞ്ഞു പിടിച്ചെടുക്കും. ഇതാണ് സാധനം കേട്ടോ. ഇത് നമുക്ക് എങ്ങനെ അവൈലബിലിറ്റി ആർക്കെങ്കിലും വേണമെങ്കിൽ ആ സുലഭമായിട്ട് കിട്ടും. എത്തിക്കുന്നുണ്ട്. വാട്സപ്പ് ത്രൂ ആ ഓക്കെ. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവരെ പേജും സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുക്കട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളെന്തായാലും ചെക്ക് ചെയ്ത് നോക്കി. സംഭവം ഇതാണ് സാധനം. സംഭവം സിമ്പിളാണ്, കാണുമ്പോൾ വലിയ സംഭവം തോന്നില്ല, പക്ഷെങ്കിൽ മാരക സ്മെല്ലാണ്. പക്ഷെ ഇതെനിക്ക് നല്ല ലൈക്ക് അച്ഛൻ്റെ കല്യാണത്തിനൊക്കെ തന്നെ ആ അങ്ങനെ അത് കഴിഞ്ഞത് ഇപ്പൊ കുപ്പി കാണാനല്ല, നേരത്തെ അടിക്കട്ടെ. ഒന്നൊരു ടൈം എടുത്ത് ഒന്നുകൂടി സെറ്റ് ആവും. ആ പോയി നിറഞ്ഞപ്പോ എനിക്ക് കിട്ടും. ആ രണ്ടെണ്ണം കൊടുത്തീനി, പക്ഷെ അതൊക്കെ പോയി, എല്ലാരും എടുത്തു പോയി. അപ്പൊ ഞാൻ ബോസിനോട് രണ്ടാമത് കൊണ്ടുവരാൻ പറഞ്ഞാണ്. ഇത് വേറെ അല്ലേ, ഇത് അതിൻ്റെ തന്നെ 24 ഇത് വേറൊരു സാധനം കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഇവരെ ഇതിൻ്റെ ഡീറ്റെയിലും സംഭവമൊക്കെ വാട്സപ്പിൽ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അവരിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് കാണിച്ചുകൊടുത്താൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്നാട്ടോ. ഓല് രാവിലെ 7 മണിക്ക് പോകുന്നുണ്ട്, ഇവിടെ 1 മണിക്കാണ് ഓല് എത്തുന്നത്. മഴ തുടങ്ങിയിട്ട് ഏകദേശം. വണ്ടി ഓടുമോ? വണ്ടി നിൽക്കൂലല്ലോ. അല്ല വേറെ വെള്ളം ഇറങ്ങിയിട്ടൊന്നും ഷോക്കടിക്കോ? ഇപ്പൊ ശരി ഷോർട്ട് സർക്യൂട്ട് ആവില്ലല്ലോ. വണ്ടി ഈ മഴ നനഞ്ഞാലേ ആണ് പോണത്. അല്ല കാക്കട്ടെ. ആ വ്ളോഗിലുണ്ട്, സ്റ്റാർട്ടിങ്ങിലുണ്ട്. വലിയൊരുന്നാൾ സ്പെഷ്യലാ? ഇല്ല, നോക്കട്ടെ, കാണാലോ. അപ്പൊ ബോസിന്റെ വക ഇപ്പച്ചിക്ക് ഒരു ഡ്രസ്സും കൂടി ഉണ്ട് കേട്ടാ. തുറന്നു നോക്കിപ്പാ. ഇത് നമ്മുടെ ഐശുമത്താക്ക് കൊടുക്കണം. ആ ഓക്കെ ഓക്കെ, താങ്ക് യു. ഐശുമത്താക്ക് നമ്മൾ കൊടുത്തിട്ട് അൺബോക്സ് ചെയ്യുന്നുണ്ടാവും, റിയാക്ഷൻ ഉണ്ടാവും. തുറക്കിപ്പാ. ഇനി കുറച്ച് കാലത്തിന് വേറെ ഏത് സ്പ്രേൻ്റെ അടുത്തേക്ക് പോണ്ട. അൽഹംദുലില്ലാഹ് സെറ്റായി, സേഫായി. ഇൻഷാല്ലാ ഞാൻ അടുത്ത വരെ സെറ്റാക്കിയാൽ മതി. ആ അതുണ്ടാവും, കണ്ടോവാനുണ്ട്. മനസ്സിലായി. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു ബസ് തന്നെ. നോട്ടെ, ഉമ്മച്ചിക്കുള്ള ഷർട്ടാണ്. ഇത് ഉമ്മച്ചിക്കുള്ള സൂപ്പർ കളർ കേട്ടോ. പിന്നെ ഇത് ക്ലോത്താ നല്ല സെലക്ഷൻ. എല്ലാവരും ഓ ഈ ചെറിയ പ്രായത്തിൽ ഇമ്മാരി സെലക്ഷൻ. ചെക്കനൊക്കെ കാണിച്ചു കൊടുക്ക്. ചെക്ക സെലക്ട് ചെയ്താട്ടോ. ഈ കുഞ്ഞു ചെങ്ങായി സെലക്ട് ചെയ്താണ് ഈ സംഭവം കേട്ടോ. നമ്മള് പുറത്തു പോവാ. ഷോള്, ഇതിപ്പച്ചിക്ക് ഒരു ഷർട്ട്, ഒരു വൈറ്റ് ഷർട്ട് ഇട്ട് വരാൻ പറഞ്ഞ എല്ലാവരും. അപ്പൊ ഞാൻ ഇവിടെ അപ്പിയൊക്കെ മുമ്പേ ഷർട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ഇങ്ങനെ ഓവർ സൈസ് പപ്പച്ചിക്കും മച്ചിക്കും ഓരോ ഷർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാ. എനിക്ക് സ്പ്രേ മതി. 24 ഓ ഓക്കെ ഞാൻ ചെക്ക് ചെയ്തോക്കാം. ഹലോ, അങ്ങോട്ട് പുറത്തേക്ക് വാ. ഇങ്ങോട്ട് സൈഡിക്ക് വന്ന് നോക്ക്. എടത് കേറ്റാൻ കയ്യിലേ, വലിയ വണ്ടിയാ. ഇങ്ങോട്ട് വാ, വണ്ടി വന്നോക്കെ ഒരു സാധനം ഇറങ്ങിക്കണേ.
പോരുട്ടോ. സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അച്ചു സാറിൻ്റെ എൻട്രിയാണ്. നാട്ടുകാരൊക്കെ ചോദിച്ചിട്ട് എന്താ പറ്റിയെന്ന്. വണ്ടി എങ്ങനെ ഊത്തേ? സാധന സാമഗ്രികളൊക്കെ കൊണ്ടുപോകാനാണ്. ആ ഇങ്ങനോട്ടി പോന്നേ. അല്ല അപ്പൊ വാപ്പനോടാന്ന് ചെല്ലങ്ങനെ ഫുള്ള് സാധനം. നമ്മളെ ബമ്പറും കിമ്പറൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഡിക്കി സാധനങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. സെറ്റപ്പ് ചെയ്ത് വന്നോ ഓൺ റോഡ്. ഓൺ റോഡ് ചായ ഉണ്ടോ? ചായ ഉണ്ടോ? ആ എല്ലാം ഉണ്ട്. ഇത് ഇങ്ങനെ തന്നെ കയറ്റി പുറത്തെത്തണ്ട. അപ്പൊ അച്ചുവിനെ കണ്ടിട്ട് അച്ചുവിന് വണ്ടി കാണിച്ചു കൊടുത്തു. നമുക്ക് ചെക്കന്മാര് ബാക്കിൽ വരുന്നുണ്ട്. ഞാൻ അത് ഒറ്റക്ക് ഓടിച്ചാ പോകുന്നത്. ഓലെല്ലാരും ഹൈക്രോസിൽ സെറ്റപ്പിൽ വരുന്നുണ്ട്. ഞാനിതൊക്കെ കണ്ട് നല്ല കോമഡിയിലാണ് വന്നത് കേട്ടോ. എന്തായാലും ഇറങ്ങിയിട്ട് കാണാം. പുറപ്പെടുന്നേ ഓ പുറപ്പെടുന്നേ. വാട്ട് എ ബ്യൂട്ടി. സുഹൃത്തുക്കളെ, കല്യാണത്തിന് അന്ന് വന്നാണ്ടോ ബാസിലിവിടെ. എന്ന് വരാൻ ലാസ്റ്റ് ഇവിടെ ഞാൻ കല്യാണത്തിന് നമുക്ക് വണ്ടിന്റെ അടുത്ത് ചോദിച്ചോ. വാ അറസ്റ്റ് വണ്ടി ഉണ്ടോ? എടാ തക്കാരത്ത് നിക്കല്ലോ. അല്ല ഞാൻ പറഞ്ഞ അവളോട് ഗുലാബ് ജാമുന് കവറിലെടുത്തളി. ആ ബാ അങ്ങോട്ട് തന്നെ വരാ. വരി എടാ കേറലി. എടാ അവിടെ ലേറ്റ് ഇല്ലടാ. ചെങ്ങന്മാരൊക്കെ ഇവിടെ തക്കാരുണ്ട് പറഞ്ഞിട്ട് നേരെ വണ്ടി എന്താക്കാൻ വന്നോ. നേരെ ബിരിയാണി എന്നാ പോയിട്ടോ. അർഷിക്കട്ടോ. എടാ അവരെ ഗുലാബ് ജാമുൻ തൊള്ളിക്കിട്ടോടാ. ഗുലാബ് ജാമുൻ തന്നെ പോയിട്ടാ. അവൻ്റെ ഇടാ ഇന്നലെ കേക്ക് വൃത്തിയാക്കി വെച്ചേന്. കറുപ്പ് വണ്ടി എത്ര കേക്കിട്ടും കാര്യമില്ല കേട്ടോ. ഓ മുത്ത വന്നപ്പോ ഒരു ചങ്ങായി. അല്ലല്ല ലൈറ്റ് ഇല്ല. ഇനി വന്നപ്പോ ഒരു ചങ്ങായിനോടെ ലൈറ്റ് ഇട്ടിക്കണ്. ഇതിമേ ഞാൻ എന്താ അവനോട് പറയാ. ഞാനേ ആൾക്കാർക്ക് കാണുന്നില്ലല്ലോ. അപ്പൊ ഞാനെന്താട്ടി, ഞാനിത് കാണൂലല്ലോ. അപ്പൊ ഒരു ലൈറ്റ് ഇട്ട് അതിലൊരു ചങ്ങായി ഇങ്ങനെ മുന്നിൽ വന്നേ ലൈറ്റ് ഇട്ട്. ഒന്നാലോചിച്ചോക്കാ, ഈ വണ്ടിയിൽ ഇറക്കണ ചങ്ങായിയാണേ. ഓനെന്തിലാ കാണുന്നതേ. അത് ഇങ്ങനെയല്ല ഗ്രാഫ് ഒറ്റടിക്ക് ഇങ്ങനെ വയ്ക്കണേ. അതിനിത് കണ്ടിട്ടില്ലേ? ഇത് കണ്ടിട്ട് ആരും ഇന്നെ നോക്കണമെന്നില്ല. വണ്ടിയാ നോക്കണേ. സാധനം നോക്ക് ഫുള്ള് പൊട്ടിപ്പോളിഞ്ഞാടാ. പക്ഷെ റണ്ണിങ് കണ്ടീഷനാണ്. ഒരു തരിപ്പ് ഇങ്ങനെ കയറും. റണ്ണിങ് കണ്ടീഷനാണ്. ഇല്ല ആ അങ്ങനെ ഓടുണ്ട്. വലിയ സീനൊന്നുമില്ല. നമ്മൾ സാധാ വണ്ടി ഓടിക്കണ പോലെ തന്നെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ ഹാപ്പിയാണോ? ഞാൻ ഒരു ഇത് വാങ്ങി തരാം കേട്ടോ. എന്തായാലും ഡെസേർട്ട് എന്തെങ്കിലും വാങ്ങി തരാം. ചോക്ലേറ്റ് കുനാഫ വാങ്ങി തരാം കേട്ടോ. ഓ പുറപ്പെടുന്നേ. മാഷാ അല്ലാഹ്, എന്റെ മുത്താണിത്. ആർക്ക് ചോദിക്കാൻ തോന്നിയല്ലേ ഇത് തുറക്ക. ഇതും കൂടി തുറന്ന എന്തെങ്കിലും ജിമ്മി ഇത് പോണൊരു ഷോട്ട് എടുത്തൊക്കെ കേട്ടോ. എന്നാ കമ്പനിക്ക് കയറി കൊടുക്കാനും കൂടി പറ്റൂല. കാരണം ഒരാൾക്ക് ഇരിക്കാൻ കഴിയുള്ളൂ. ആ ആ അപ്പൊ നമ്മള് പോവാ. കയറി പുതിയ ആപ്പിളാണ് മുന്നിൽ. അല്ല അതില് അങ്ങനെ പോകാൻ പറ്റൂലേ. മോഡലാക്കാൻ പറ്റൂല. എടാ ഇതിലാളില്ലേ അർഷ്യ ഫീലിങ്ങിലാണ്. തലയൊക്കെ താത്തി കുതിരിക്കുന്നുണ്ട്. ഫുഡ് ഗുലാബ് ജാം എന്നൊക്കെ പറഞ്ഞ പോതിരി. അത് അച്ഛന് കയറിയോ? വരുന്നോ? ഓക്കെ ഓക്കെ ബോസേ, നമ്മളിങ്ങോട്ട് തന്നെ വരും. ഒരു സാധനം കിട്ടും. നമുക്ക് ഞങ്ങൾ അതിലേക്ക് കയറാം. ആ കയറിക്കോ കയറിക്കോ. അതിലേക്ക് കയറിക്കോ.
അച്ഛൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ കയറിക്കണേ. അപ്പൊ ഗായ്സ് നമ്മളെ കൂടെ ഉള്ളത് നൂറമോളാണ്. ഇത് എങ്ങോട്ട് വന്നാണ് വണ്ടി നന്നാക്കാനോ? വണ്ടി നന്നാക്കാൻ വേണ്ടി പോന്നിക്കണം കേട്ടോ. എന്താണ് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാ അറിയാം? 2 ദിവസമായിട്ട് ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് എന്റെ സ്റ്റാർട്ട് ചെയ്തത്. ഫുൾ ഫീലിംഗിലോ? ഇന്നലെ രാവിലെ പോയപ്പോണ്ടേ എന്താ വെച്ചാൽ സംഭവിച്ചെന്താ വെച്ചാൽ ഈച്ചു ട്രിപ്പ് പോയി, അതിന്റെ കൂടെ അഫീൻ ചെക്കന്മാരും ഓരെല്ലാരും പോയി. അപ്പൊ പേരെ മൊത്തം കായല്. ഞാൻ ചെന്നപ്പോഴൊക്കെ ഒരു ഒച്ച എനക്കൊന്നും ഇല്ല ഇന്നലെ. ഞാൻ ചെന്നപ്പോ ഗേറ്റിന്റെ അവിടെ ആനാനെ കാണാൻ കുറെ കുട്ടികളൊക്കെ ഉണ്ട്. അയച്ചാളെ കണ്ടിട്ട് ടോബിയും ബ്രൂസും നല്ല കൊരയാണ്. ആ ഒരൊച്ച മാത്രമുള്ള അവിടെ, അല്ലെങ്കിൽ ആ കല്ലമ്പ ഒച്ചമുള്ള. സത്യം പറഞ്ഞാല് കുറെ ദിവസമായിട്ട് എല്ലാവരും ഓരോ ബൈക്കാട്ടോ, അതുകൊണ്ട് ആരും ഇല്ല ഇനി. അപ്പൊ ഈ വ്ളോഗിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഒറ്റക്കുള്ള ആരും ഇല്ല. ഓക്കെ, പക്ഷെ ഇപ്പൊ വന്ന് അറച്ചു കയറി, ജിംഷാ വന്ന്, ഞാൻ വന്ന് ഇപ്പൊ വണ്ടി ഫുള്ളായി. ഇവിടുന്ന് അച്ചും കയറി. അപ്പൊ ആളില്ലാത്ത പരാതി നമ്മൾ ഇവിടെ തീർത്തെടുത്തിട്ടോ. പിന്നെ നമ്മളെ സ്വന്തം നൂറമോളും എവിടെ നമ്മളെ വണ്ടിന് മുന്നിൽ കൂടാൻ പറയും, വണ്ടി മുന്നിൽ പോകാൻ പറയും. വണ്ടി മുന്നിൽ പോകാൻ പറയും. നമ്മളെ വണ്ടി ഇവിടെ ചില്ലി കൂടെ കിട്ടുമോ? ഫോൺ നമ്പർ വരല് വെച്ചോ ധൈര്യത്തിന്. ഓ ഓ അച്ചൊക്കെ അതിൻ്റെ ഉള്ളിൽ ജ്യൂസ് അടിച്ചിട്ടുണ്ട്. ആടാ, ഇത് ഒരു ബൈക്ക് ആകെ ഒരു ബൈക്ക് ഉണ്ട്, അതിന്റെ അടുത്ത് നോക്കിണ്ട്. ഏതാ? ഓ അച്ഛ അതിനുള്ള സെൽഫി ഒക്കെ എടുക്കണ്ട്. ചളിയില്ലേ? ഒന്നുമില്ല മുന്നില്, ടയർ മാത്രം. അതെ, ഒരു കാക്ക റിസ്ക് എടുത്ത് ചേസ് ചെയ്തൊക്കെ ഒന്ന് നനഞ്ഞോട്ട് ബ്രോ ലേറ്റ് ഇരിക്കണ പറഞ്ഞല്ലോ. അതൊന്നും ആലോചിച്ച് നോക്കി. അപ്പൊ ഓന്താ വെച്ചാൽ ഇനി വേറെ ആൾക്കാർ കാണാൻ കണ്ടിട്ടാണ് പാർക്കിലേറ്റിട്ടപ്പോ. ഇന്നറിയാൻ വരെ ഇന്റെ സ്കൂട്ടി പുതിയ ആക്സസ് അല്ലേ, ഇവിടെ ലേറ്റ് ഓഫ് ആണ്. ഒരു കാക്ക ഒന്നാണ്ട് ഇന്നോട് കൊറേ നേരമായിട്ട് ഞാൻ ഓൺ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഓൺ അടിച്ചിട്ടുണ്ട് ബാക്കിന്ന്. അപ്പൊ എന്താ വെച്ചാൽ മനസ്സിലാവണില്ല. അപ്പൊ എപ്പോഴും ഇയാളെ ഞാൻ പാസ് ചെയ്ത് പോകുമ്പോ ലേറ്റ് കണ്ടിരിക്കണ ബോസ്. എന്നിട്ട് കൊറേ നേരമായിട്ട് ഞാൻ ഓൺ അടിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെ അടിച്ചപ്പോ ഞാൻ സൈഡാക്കി. ഇതിപ്പോ എന്താണ് അറിയേണ്ടത്? അതിൽ മെല്ലെ എന്റെ സൈഡാക്കിയാണ്ട് കുറെ നേരം ഞാൻ അടിച്ചിട്ടുണ്ടടാ, എന്റെ വണ്ടിയിൽ ലേറ്റ് എത്തേണ്ടതാണ്. ആക്സസ് 125 പുതിയത്. ഞാൻ എന്താ കാട്ടണ ഓഫൊക്കെ അതിലെ കാക്കാരോട് കാക്ക ഇത് പിന്നെ പുതിയ മോഡലൊക്കെ വരുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞേ. കാരണം പിന്നെ അങ്ങനെ പോയി. ചിലവർക്ക് ഇത് അറിയില്ല കേട്ടോ, ചില ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല. അപ്പൊ കാക്കാക്ക് പറഞ്ഞു കൊടുത്തപ്പോ കാര്യം മനസ്സിലായി. മലപ്പുറം ജില്ലയിൽ അങ്ങനെയാണ്. നമ്മളെ സ്നേഹത്തിന്റെ ഭാഗമാട്ടത്. കാരണം പക്ഷെ ലൈറ്റിന്റെ മരല്ല കേട്ടോ, സ്റ്റാൻഡ് ആരും തട്ടിയില്ലെങ്കിൽ പറയാനുണ്ടോ ഗൈസ്, അല്ലെങ്കിൽ കൊട്ടി പറഞ്ഞു വെക്കും. അപ്പൊ സ്റ്റാൻഡിന്റെ പറഞ്ഞോളൂ പ്രശ്നമില്ല, ലൈറ്റിന്റെ ഞാൻ അങ്ങനെ ആരും പറയണമെന്നില്ല. സ്റ്റാർട്ട് ആവില്ല. അതെ അതെ, ഈ ഇൻഡാക്സ് ഒന്നും സ്റ്റാർട്ട് ആവില്ല. ഇപ്പൊ സ്റ്റാൻഡ് ഇട്ടില്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. അങ്ങനെ ഉണ്ട്. അതൊരു ഇതാട്ടോ. അർഷി പറഞ്ഞൊരു പോയിന്റ് ആണ്. അർഷി എപ്പോഴേലും തൊള്ളവർക്കുള്ളൂ. ഒന്ന് ഫുഡ് പിന്നെ പോയിന്റുകൾ പറയാനോ. അതേമാതിരി അടഞ്ഞ് ഇനി റിട്ടേൺ വരുമ്പോഴേ കിട്ടുള്ളൂ. ആകെ ഡൗണായില്ലേ? അപ്പൊ ഗൈസ് ഞാൻ 2 മാസമായിട്ട് ഇവരൊന്നും കൂടെ ഇല്ലേ കേട്ടോ. ഇപ്പൊ എല്ലാരും കൂടെ നമ്മള് ബാക്ക് ടു ട്രാക്ക് ആയി. ഇപ്പൊ കിട്ടിഞ്ഞപ്പോ നമ്മള് ട്രിപ്പ് ഉണ്ടാവില്ല ജിംഷാ. അപ്പൊ പ്ലാനിങ് ചെയ്യാൻ നമ്മൾ ജിംഷാനെ അർഷീനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളത് ഇട്ടോളി എന്ന് പറയുന്ന ഡേറ്റ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ ഈ ഒരു സീസണിൽ തിരക്കില്ല മനുഷ്യന്മാരെ പോലെയാണ്. കാരണം കല്യാണം നടക്കുന്ന ടൈമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ കല്യാണ സമയത്ത് ഓല ഒഴിവാക്കിയാണ്ട് നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഫ്രീ ആണ്. അപ്പോൾ ഓൽക്ക് വർക്കില്ലാത്തൊരു ദിവസം നോക്കിയാണ്ട് ഡേറ്റ് ഇടാൻ പറഞ്ഞേ, സ്ഥലം ഓരോടെ തീരുമാനിച്ച് പറഞ്ഞേ. അപ്പോൾ നമ്മൾ അധികം വൈകാതെ നമ്മളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് വരും ഇൻഷാ അല്ലാ. ഇറങ്ങണ്ടേ? ഇറങ്ങാ, അവിടുന്ന് ഇറങ്ങിയാൽ മതി. ചെലവില്ല വണ്ടി.
കട്ട് ചെയ്തത് അവിടുന്ന് കട്ട് ചെയ്തില്ല. ബ്രേക്ക് ഒക്കെ എന്താ എവിടേക്കോ പോയിക്കണ് അത് നിന്ന് കിട്ടിയിട്ടുള്ളൂ. സ്ട്രൈറ്റ് മനുഷ്യന്മാര് പിടിച്ചോ. അല്ല ആൾക്കാരൊക്കെ ഇങ്ങനെ വെച്ചാൽ വരാം ബസ്സുകാരൊക്കെ. എനിക്കൊന്നും നഷ്ടപ്പെടില്ല, ഞാനും അങ്ങനെ വെച്ചെടുത്ത്. കാരണം ഇതിന്റെ മേലെ എനിക്കൊന്നും പോവല്ല, ഒന്നും പോവല്ല. പഠിക്കാൻ പോണേ തുരുമ്പട കുടിച്ചു മേത്ത് കൈ കണ്ട്. ആ മറ്റേ ടീറ്റ് അടിച്ച് പോകേണ്ടി വരും. അല്ല എവിടെയാണ് എന്റെ വണ്ടി? അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഓൺ റോഡിൽ എത്തിട്ടോ. നമ്മളിവിടെ 2 ദിവസം മുമ്പ് വന്നിട്ടുള്ളൂ. പുതിയ വണ്ടിന്റെ ഡെലിവറി പരിപാടി കേട്ട് എന്നാല് തിരിച്ചു പറക്കല്ലേ ഫ്രണ്ട്. ഞാൻ പുതിയ വണ്ടി ഡെലിവറി എടുത്ത് പോകുമ്പോ ഒരിക്കലും ഇങ്ങനെ ഒരു വണ്ടിയും കൊണ്ട് ഇവിടെ വരുന്ന പോലെ പ്രതീക്ഷ ഉണ്ടാവില്ല. അത് കറക്റ്റ് അല്ലേ? അത് അത്രേ ഉള്ളൂ, കറക്റ്റേ വെക്കലുള്ളൂ. ബാക്കൊന്നും കാണില്ലതാ. പൊടപൊട്ടെ പൊടപൊട്ടെ. കുറ്റിണ്ടോ? ബാക്ക് പോകൂലേ? ഇത് ഇനിയിപ്പോ പോയപ്പോ പോയിട്ടില്ലേ എന്ത്? അല്ലാ അസ്സലാമലൈക്കും. എന്താ വിശേഷം? സുഖം? കൊല്ലത്തൊക്കെ അവരുടെ കഴിഞ്ഞു. അവരോട് അങ്ങനെ ഒഴിവിന് കാത്തിക്കഴിഞ്ഞ് വരാന് ഫുള്ള് കൊറേ വണ്ടി ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ. ആ മഴന്റെ ടൈമിൽ കൂടൂലേ? ഇത് മഴന്റെ ടൈമിൽ തട്ടിയല്ലേ? അത് ബസ്സുകാരെ അത് ഇപ്പച്ചി കൊണ്ടെടുക്കണ വണ്ടിയാ. ബസ്സുകാർ ബാക്കൊന്ന് നിർത്തിയിട്ട് വണ്ടിയാ. ബസ്സുകാർ ബാക്കൊന്ന് ഇടിച്ച് ഫ്രണ്ടും കൊണ്ടേ തട്ടി ബാക്കും കൊണ്ടേ തട്ടി. ഡിസൈർ കൊണ്ടുവന്നിട്ടില്ല അതിനേനി. പക്ഷെ ഇപ്പൊ ആള് കൂടിയപ്പോ ഞാൻ വണ്ടി മാറ്റി എല്ലാരും കൂടി ഉള്ള എടുത്ത് പോകുന്നത്. ആ നല്ല ഡാർക്കാവൂലേ? സൽമാനിക്ക നമ്മള് കണ്ടോ എവിടുന്ന് ഞാന് വന്നീനൊക്കെ പറഞ്ഞു. ആ അപ്പൊ ഓർമ്മ പറ്റി. അല്ല ഇജ് അന്ന് വണ്ടി കൊണ്ടുവന്നിട്ടപ്പോ എന്നോട് പറഞ്ഞു. അപ്പൊ ഗായ്സ് ഈ വണ്ടിന്റെ പണി കഴിഞ്ഞാല് ഇതിന്റെ നമ്പർ KL71M8888 നമ്പർ നമ്മളതാണ് മനസ്സിൽ കരുതുന്നത്. അപ്പോൾ അതും കൂടി സെറ്റായ വണ്ടി കൊടുക്കാണ്ട് 2019 മോഡല് ഡൽഹി രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. നമ്പർ കേരളത്തിൽ ആക്കണം. പിന്നെ 8ാമത്തെ ഓണറാണ് ഇനി എടുക്കാൻ പോണ ആള്. വണ്ടിന്റെ നമ്പർ 8888 5 ലക്ഷം, വണ്ടിക്ക് 2.5 ലക്ഷം. വണ്ടി നമ്പർ എടുക്കാൻ വേണ്ടിട്ട് 5 ലക്ഷം മുടക്കി. വലൈക്കും അസ്സലാം. എവിടെ എന്റെ കുട്ടി? എന്താ വർത്താനം? ഫോട്ടോ എടുക്കാം. വെറുതെ ഫോട്ടോ എടുക്കണതാ. കിട്ടിയാ? അത് മതിയാ? ഒന്നും എടുക്കാം. ചിരിച്ചാ എടുക്കണോ? എന്റെ പേരെന്താണ് കുട്ടാ? അബ്ദുൽ വാഹിദ്. വാഹിദ് പറഞ്ഞ ഒന്ന്. അശോനേതാരാണ്? പേരെന്താണ്? അബ്ദുൽ വാരിസ്. അബ്ദുൽ വാഹിദ് അബ്ദുൽ വാരിസും. എത്ര ക്ലാസ്സിലാ നിങ്ങള്? എത്ര ക്ലാസ്സിലാ? ഞാൻ ഇനി 4ക്ക്. ഓ എന്നിട്ട് ഇതൊക്കെ വാങ്ങിയാ? നോട്ട്ബുക്കും പെന്നൊക്കെ വാങ്ങിയാ? സെറ്റപ്പ് ആയാ? ടെക്സ്റ്റ് ബുക്ക് എല്ലാം കിട്ടിയാ? ഓക്കെ ഓക്കെ. നല്ല കുട്ടികളായിട്ട് പഠിക്കണേട്ടാ. 3 കൊടുക്കാ. വരി അബ്ദുൽ വാരിസ് ഇങ്ങോട്ട് കൂ എന്റെ കുട്ടി. ഓക്കെ നല്ല പഠിച്ചോണ്ടിട്ടോ. മഴ കൊള്ളല്ലോ. ശരി വലൈക്കും അസ്സലാം. കാണാം. ഹായ്. ഉള്ളിലൊന്നും പറ്റിയില്ല അൽഹംദുലില്ലാ. അത്രേ ഉള്ളൂ. ആദ്യത്തേക്ക് ഇരിക്കാം. സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കരുതുന്നത്. അപ്പം നമ്മൾ ഓൺ റോഡിൽ എത്തിയിട്ട് ഇനി പണി കഴിഞ്ഞ എത്ര ദിവസം എടുക്കും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും പണി കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാണാം. ബാക്കി വിശേഷങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് അനവധി നിരവധി സർപ്രൈസുകൾ എല്ലാവർക്കും കൊടുക്കുന്ന ഹനാനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എന്തെങ്കിലും ഒരു കാലത്ത് ഞങ്ങൾക്ക്
അന്നൊക്കെ ഞാൻ സർപ്രൈസ് ആയി മരിക്കും ഞാനൊക്കെ. ഈ ആൾക്കാർ നെട്ടോ നമ്മള് ഈ വണ്ടിയിലെ വരുന്നേ ഇനി ഇവിടുന്ന് ഇറങ്ങാല വണ്ടി കണ്ടോണ്ടി. നന്നാക്കി കഴിയാനുള്ള ടൈം എടുക്കണമെന്നുള്ളൂ. ഇതിപ്പോ തന്നെ നയി തരുമോ? അല്ല ഞാൻ കരുതി ഓൺ റോഡ് അത്ര സെറ്റപ്പിലായിട്ട് ചിലപ്പോ മാക്സിമം എളുപ്പത്തിൽ നമുക്ക് നന്നാക്കി തരും. നമ്മളെന്താ വെച്ചാൽ ഇതിവിടെ നിർത്തി നമ്മള് ദിവസങ്ങൾ ബ്ലോഗിൽ എണ്ണാൻ പോവാണ്. അപ്പൊ ഓൺ റോഡ് തന്നെ പേടിച്ചിട്ട് അന്നേ നമ്മള് വീഡിയോ ഇടുള്ളൂ. ചെങ്ങനെ കൊണ്ട് ഇടങ്ങാറായാലും ടൈം പറയേണ്ടതായിട്ട് വേഗം നന്നാക്കും. അതാണ് നമ്മളൊരു പ്രതീക്ഷ. അപ്പൊ നിങ്ങള് സ്പീഡാക്കിട്ടോ. അപ്പൊ എന്തായാലും ഇനി പണി കഴിഞ്ഞിട്ട് കാണാം. ഇതുപോലുള്ള സാധനം എനിക്ക് ഇഷ്ടം അതിനെക്കാട്ടിലും. ഇങ്ങനത്തെ മനസ്സിലായി. ഇതിലാ ഞാൻ വന്നല്ലേ റബ്ബേ. പല്ല് ഡോക്ടറെ അടുത്തുള്ള മെഷീനാണ് അയിമ തൂങ്ങി കിടക്കണമെന്ന് അച്ചു പറയണ കേട്ടോ. കൂറ എന്തൊരു സങ്കടം. സങ്കടമല്ലല്ലോ. ഇതൊക്കെ വണ്ടിയിലുള്ളത് ആവശ്യ സാമഗ്രികളാവുന്നു. ഇനി ഉണ്ടാവട്ടെ അങ്ങോട്ടേ ഉണ്ടാവും വണ്ടിയില്. ബോറടിച്ചോ ഇവള് പോന്നപ്പോ? എന്നിട്ടൊരു സങ്കടം. സങ്കടമല്ലല്ലോ. എന്ത് എന്താ മറ്റേ ഫോട്ടോല്ലേ ചോറ്റും പാത്രവും നെയിം സ്ലിപ്പൊക്കെ അതൊക്കെ സെറ്റപ്പ് ആക്കും. സ്കൂൾ തുറക്കാനാവട്ടെ. രാജ്ഞിനെ പോലെ സ്കൂൾ കൊടുക്കും ഞാൻ. സ്കൂളിൽ ആരുമില്ലാത്ത സാധനങ്ങൾ എനിക്ക് വാങ്ങി തരും. ഇല്ലല്ലേ ചോർച്ചയൊന്നുമില്ല. വണ്ടി കൊടുത്ത് പോവല്ലെന്നാ ചോർച്ചല്ല. അങ്ങനെ നമ്മള് വെള്ളം തന്നെയല്ലേ വരുന്ന. അങ്ങനത്തെ പ്രശ്നമില്ല. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കേട്ടോ. കാരണം ഗ്രൗണ്ടിലുണ്ടായ ഫുൾ വേസ്റ്റ് എടുത്തു പോന്നിട്ടുണ്ട്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. കാരണം ഗ്രൗണ്ടിൽ ഇപ്പൊ ഒന്നുമില്ലല്ലോ. അപ്പൊ ഫുൾ ക്ലിയർ ആണ് സംഭവം. ഫുൾ ക്ലിയർ ആണ്. പ്രശ്നമൊന്നുമില്ല. വള്ളി കൊണ്ട് കെട്ടി തൂക്കി വെച്ചാ സംസുഖൊക്കെ കെട്ടി വെച്ചാണ് അതൊക്കെ. ഇതാച്ച് ഇവിടെ ഉണ്ട് പറഞ്ഞല്ലേ. എന്താ വെച്ചാൽ റിവേഴ്സ് ക്യാമറ അല്ല. അപ്പൊ ഞാൻ ബാക്ക് എടുത്ത് ഇങ്ങനെ പോയിനി. ഇതിമ്മലും കൂടി കുത്താനുള്ള ഇനി. കാരണേ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോ അവിടെ ഒന്നും വെറുതെ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോ അവിടെ ഒന്നും കാണില്ല. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോ ഇവിടെ ഒന്നും കാണില്ല. എന്നിട്ട് ജിംഷോർ ഇവിടെ കുറ്റിണ്ടാറ്. ഞാൻ ഇപ്പൊ പറ്റിച്ച പറഞ്ഞാൽ ഞാൻ ഒന്നായിട്ട് എടുത്ത് വണ്ടി ഇങ്ങനെ ടീ ഷേപ്പിലായി. ഇപ്പൊ തന്നെ ടീ ഷേപ്പിലയക്കണ്. എന്തായാലും പിരിയാ. അപ്പൊ സുഹൃത്തുക്കളെ സൽമാന്റെ പുതിയ ചെരുപ്പ് ഇഷ്ടപ്പെട്ടല്ലുണ്ടെങ്കിൽ കമന്റ് ഇടിട്ടാ. ഇത് ഏത് മോളെ ചെരുപ്പടാ? ഇത് കല്യാണ പരിന്ന് പെണ്ണുങ്ങളെ ചെരുപ്പ്. ഇത് കല്യാണ പരിന്ന് പെണ്ണുങ്ങളെ ചെരുപ്പ് മാറിയിട്ടല്ലേ? ബോയ്സിനെ അങ്ങനത്തെ ചെരുപ്പ് ഏത് വീട്ടിലും ബോയ്സിന്റെ ഒരു കടയിലും ഞാൻ കണ്ടിട്ടില്ല. ഫെമിനിയർ ഷോപ്പിന്ന് നോക്കട്ടെ കാണിച്ചെന്ന് ചെരുപ്പ് കാണിച്ചോണ്ടാ. ഇത് ആണുങ്ങളെ ചെരുപ്പാന്നാ പറയണത് സൽമാനെ. അപ്പൊ കമന്റ് ചെയ്യാട്ടോ. ഇത് ആണുങ്ങളെ ചെരുപ്പ്. ഇത് വീഡിയോ കാണണല്ലോ പറയാം. ഇത് ആണുങ്ങളെ ചെരുപ്പാണോ പെണ്ണുങ്ങളെ ചെരുപ്പാണോ വീഡിയോ കാണണല്ലോ പറയാം. ഇത് മേലക്കുണ്ടേ പുലിമുരുകന്റെ ചെരുപ്പാണെന്നെങ്കിലും പറയുന്നത്. ഇത് മേലക്കുമില്ല. അപ്പൊ പുലിമുരുകന്റെ ആയിട്ടില്ല. ഇത് പുലിമുരുകൻ ഇത് പുലുവിൽ നിന്നു മുരുകൻക്ക് എത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് ആണുങ്ങളെ ചെരുപ്പാണോ പെണ്ണുങ്ങളെ ചെരുപ്പാണോ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യട്ടോ. ഇജ്ജ് പോരില്ലെന്ന്. അപ്പൊ സൽമാനൊക്കെ ഒരാഴ്ചയായിട്ട് നമ്മളെ കൂടല്ല. ഫുൾ തിരക്കാണ്. എന്നാ വർക്കുണ്ടോ? എന്നാ വർക്കുമില്ല. എന്നാ പെരയിലാണോ? എന്നാ പെരയിലല്ല. അപ്പൊ എവിടെയാണ് സൽമാനൊക്കെ ഉള്ളത് എന്നുള്ളത് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാ. കല്യാണങ്ങൾ നടക്കട്ടെ. ഇൻഷാ അല്ലാഹ് കല്യാണങ്ങൾ ഒരുപാട് ഉണ്ടാവട്ടെ. വെള്ളം സറാമി കൊട്ടിച്ചോണ്ട് റൂട്ടിൽ ഇങ്ങനെ പോയതാണോ? അപ്പൊ സുഹൃത്തുക്കളെ കാണികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന കൂറൻ്റെ ബാക്ക് ടു സ്കൂൾ വ്ളോഗ് എടുക്കാനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ബാക്ക് ടു സ്കൂൾ വ്ളോഗ് അൻകാക്ക എൻ്റെ ഒപ്പം വന്ന് എടുക്കണേ, എൻ്റെ ഒപ്പം വരണേ എന്നുള്ളത് ഒരുപാട് കാലത്തെ കൂറൻ്റെ ആഗ്രഹമായിരുന്നു. ആസൈന പെരിയ ആസൈ. അപ്പം ഇന്ന് അർഷുണ്ട്. അർഷൊക്കെ ഫുള്ള് ഒരുങ്ങുന്നു കേട്ടോ ബാക്ക് ടു സ്കൂൾ വ്ളോഗ് എടുക്കാനേ. സ്കൂളിൽ പോണ പോലെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം നൂറൻ്റെതായ കുറേ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ബർത്ത്ഡേക്കൊന്നും ഞാൻ ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല.
ഒന്നാമത് ഞാൻ ഇവിടെ ഇല്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഒരു ദിവസം ബാക്ക് ടു സ്കൂളിന് വേണ്ടി ഞാൻ കൊണ്ടുപോകാം, ഫുൾ പരിപാടിക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോകാമെന്നാണ് ഞാൻ നൂറിനോട് പറഞ്ഞത്. അപ്പോൾ ഞാനും നൂറിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഈ വ്ളോഗിന് ശേഷം വരുന്നത് ആ വ്ളോഗായിരിക്കും. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാണുക എന്തൊക്കെയാണ് നൂറ വാങ്ങുന്നത്, എന്തൊക്കെയാണ് നൂറിൻ്റെ ആഗ്രഹങ്ങൾ അല്ലേ. എങ്ങോട്ടാ പോകണം നമ്മൾ? കോഴിക്കോട്. അപ്പോൾ കോഴിക്കോടേക്ക് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ കൂറ്റമ്പാറ കിട്ടുന്ന സാധനമാണെങ്കിലും കോഴിക്കോട് പോയി അവർ 2500 രൂപയ്ക്ക് എണ്ണ അടിച്ച് അത് വാങ്ങുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് വേറെ തന്നെയാണെന്നാണ് നൂറ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയോക്കിയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 20 lakh സബ്സ്ക്രൈബേഴ്സൊക്കെയാണ് പോണത്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.